Ladies and gentlemen, Adrian Nicholas Luna Rettamar. താങ്ക് യു ഫോർ ദാറ്റ് ഗൈസ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു പിൻഡ് കമന്റ് ഉണ്ടായിരുന്നു. എന്തായാലും അതിനെക്കുറിച്ച് ഇനി നമ്മൾ അധികം ചർച്ച ചെയ്യുന്നില്ല. ലെറ്റ്സ് ജസ്റ്റ് ലീവ് ഇറ്റ്. കാരണം ഞാൻ അതിൻ്റെ അകത്ത് ക്ലിയർ ആയിട്ട് എൻ്റെ പോയിന്റ് എന്താണ്, ആക്ച്വലി ഞാൻ ആ വീഡിയോയിൽ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ എൻ്റെ എബിലിറ്റി വെച്ചിട്ട് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിച്ചു. പിന്നീട് ഞാൻ ആ കമൻറ്റിലും കുറേ എൻഗേജ് ചെയ്തു. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, എൻ്റെ പോയിന്റ്സ് പറഞ്ഞു. പക്ഷെ ചില ആൾക്കാർക്ക് നമ്മൾ എന്ത് പറഞ്ഞാലും അവരുടെ ഒരു അജണ്ട അല്ലെങ്കിൽ അവരുടെ ഒരു ഒപ്പീനിയൻ കറക്റ്റ് ആണെന്ന് കാണിക്കാൻ അവർ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വലിച്ചഴക്കും. നിങ്ങൾ ഞാൻ പറയണ ഒന്നും വിശ്വസിക്കേണ്ട, നിങ്ങൾ വേറെ ആരും പറയുന്നതും വിശ്വസിക്കേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബോധമുള്ള ആൾക്കാരാണ്. നിങ്ങൾ പോയിട്ട് വീഡിയോ കാണുക, കമൻറ്റ് വായിക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടേതായ ജഡ്ജ്മെന്റിലേക്ക് വരിക. ലൂണ ഈ ടീമിലെ ഏറ്റവും വലിയ പ്രശ്നമാണോ, ലൂണ ഈ ടീമിന്റെ ഭാരമാണോ, എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായ ഒപ്പീനിയനുകൾ ഫോം ചെയ്യുക. നിങ്ങൾക്ക് പലർക്കും അറിയില്ലായിരിക്കും, ഞാനൊരു ഫുൾ ടൈം യൂട്യൂബർ ഒന്നുമല്ല. കഴിഞ്ഞ 10 വർഷമായിട്ട്, അതായത് എൻ്റെ 19-ാം വയസ്സ് തൊട്ട് ഇന്ന് എനിക്ക് 29 വയസ്സുണ്ട്, ഇത്രയും കാലയളവിൽ ഞാനൊരു പ്രോപ്പർ ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് സ്പെസിഫിക്കലി ഞാൻ ജേർണലിസം പഠിച്ചിറങ്ങിയതിന് ശേഷം ഫുട്ബോൾ മീഡിയയിൽ മാത്രമേ ഞാൻ വർക്കും ചെയ്തിട്ടുള്ളൂ. സോ ഈ ഫുട്ബോൾ ചർച്ചകൾ എൻ്റെ ജീവിതത്തിലെ ഒരു ഡെയിലി ആക്ടിവിറ്റിയാണ്. ലൈക്ക് ലിറ്ററലി എൻ്റെ പ്രൊഫഷണൽ സ്പേസിലും എൻ്റെ പേഴ്സണൽ ഫ്രണ്ട് സർക്കിളിലും ഇത് തന്നെയാണ് ഞങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത്. സോ അതിൽ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഉള്ള ഒരുപാട് പേരായിട്ട് ഞാൻ ഡെയിലി മിങ്കിൾ ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും അവരുടെ ഒപ്പീനിയൻ പറയുമ്പോൾ ഞാനത് കേൾക്കാനുള്ള റെസ്പെക്ട് കാണിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന ഒപ്പീനിയൻസിനോടും അവർ തിരിച്ചാ ഒരു റെസ്പെക്ട് കാണിക്കുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്റർനെറ്റിൽ ഫേക്ക് നെയിം ഉണ്ടാക്കി ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് കമന്റ് ചെയ്യുന്നവർക്ക് ഈ ഒരു ക്രെഡിബിലിറ്റി എന്ന ഫാക്ടർ ഇല്ല. അവർ ആപ്പിളിനെയും ഓറഞ്ചിനെയും കമ്പയർ ചെയ്യും. എനിക്ക് ആപ്പിളാണ് ഇഷ്ടം, അവൻ ഓറഞ്ചാണ് ഇഷ്ടമെങ്കിൽ എന്റെ ഇഷ്ടം വെറും ഷിറ്റ് ആണെന്നും അവൻ വരുത്തി തീർക്കാൻ ശ്രമിക്കും. സോ ഗൈസ്, കഴിഞ്ഞ രാജസ്ഥാൻ യുണൈറ്റഡ് ആയിട്ടുള്ള മാച്ചിന് ശേഷം ഒരുപാട് പേര്, ഞാൻ ആക്ച്വലി പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് പേര് ബ്രോ പ്ലെയർ റേറ്റിംഗ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതാ നമ്മൾ പ്ലെയർ റേറ്റിംഗ്സ് ചെയ്യാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ സിഗ്നേച്ചർ വീഡിയോ അത് വൈകിയേ വരുള്ളൂ. ഫസ്റ്റ് ഓഫ് ഗോൾ കീപ്പർ, ഞാൻ ആക്ച്വലി നോറയ്ക്ക് ഈ മാച്ചിൽ 6 ഔട്ട് ഓഫ് 10 കൊടുക്കാന്നാണ് വിചാരിച്ചിരുന്നത്. അതിന്റെ മെയിൻ കാരണം ഈ മാച്ചിന്റെ മെജോറിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നോറ ആക്ച്വലി വലിയ ചാലഞ്ച് ഒന്നും ഫേസ് ചെയ്തില്ല. വളരെ കാമായിട്ട്, കമ്പോസ്ഡ് ആയിട്ട്, വളരെ കൂളായിട്ട് തന്റെ ജോലി ചെയ്തു. പക്ഷെ എന്നിരുന്നാലും വലിയ സേവുകളൊന്നും മേക്ക് ചെയ്യേണ്ട വന്നില്ല ഒരു പോയിന്റ് വരെ. കളിയുടെ എത്രാമത്തെ മിനിറ്റിലാന്ന് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ തീർച്ചയായിട്ടും സെക്കൻഡ് ഹാഫിൽ വളരെ ലേറ്റ് ആയിട്ടാണ് ഹുവാന്റെ ഒരു ചെറിയ എററിൽ സ്പോർട്ടിംഗ് ക്ലബിന് ഒരു ചാൻസ് തുറന്നു കിട്ടി. അവിടെ നോറയുടെ ഒരു സേവ് ഉണ്ടായിരുന്നു. ആ ഒരു സേവ് നടത്തിയത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും 7 ഔട്ട് ഓഫ് 10 ആണ് നമ്മൾ കൊടുക്കുന്ന റേറ്റിംഗ്. ബിക്കോസ് ഒരു കളിയിൽ അധികം എൻഗേജ് ആവാണ്ട് ഒരു ഗോൾ കീപ്പർ നിൽക്കുമ്പോൾ ആ ഒരു കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ്. പെട്ടെന്നൊരു ചാൻസ് വരുമ്പോൾ, കാരണം നമ്മളൊരു ന്യൂട്രൽ ഗിയറിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് അധികം ചാലഞ്ചുകൾ വരുന്നില്ല, നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആണ്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസരം വരുമ്പോൾ ആ ഒരു റിഫ്ലക്സ് ചിലപ്പോൾ നമുക്ക് വന്നോന്നില്ല. ബട്ട് നോറ ഈ കളിയിൽ ത്രൂ ഔട്ട് ആയിട്ട് അൺചാലഞ്ച്ഡ് ആയിട്ട് നിന്നിട്ടും ആ ഒരു ചാൻസ് വന്നപ്പോൾ കറക്റ്റ് അവിടെ ഒരു സേവ് പുൾ ഓഫ് ചെയ്തു. ആൻഡ് ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ എന്ന രീതിക്ക് ഗോൾ കീപ്പറിൽ നിന്നും ഇത്രയും ഒരു കോൺഫിഡൻസും ഒരു അഷ്വറൻസും കിട്ടുമ്പോൾ അതൊരു ലക്ഷറിയാണ് ശരിക്കും. സന്ദീപ് സിംഗ്, ഈ ഒരു ലൈനപ്പിൽ സന്ദീപ് വന്നപ്പോൾ വീണ്ടും ഞാൻ സർപ്രൈസ്ഡ് ആയി. പക്ഷേ കാറ്റിൽ ആ ഒരു വിന്നിംഗ് കോമ്പിനേഷൻ, ഡിഫൻസിലെ ആ ഒരു വിന്നിംഗ് കോമ്പിനേഷൻ കണ്ടിന്യൂ ചെയ്യാനായിരിക്കാം ഒരുപക്ഷെ സന്ദീപിനെ തന്നെ കളിപ്പിച്ചു. യൂഷ്വൽ പ്രശ്നങ്ങൾ തന്നെയാണ് ഞാൻ നോക്കിയിട്ട് കണ്ടത്. ബോളിൽ ഒരു വെപ്രാളം ഉണ്ട്, ക്രോസിംഗ് മോശമാണ്. സന്ദീപ് സിംഗിനെ കുറിച്ച് നമ്മൾ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുള്ളതാണ്. അതല്ലാണ്ട് നമ്മൾ പറയേണ്ട വേറെ പുതിയ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നല്ല കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള 2 റൈറ്റ് ബാക്കുകൾ നമുക്കുണ്ട്. ടെക്നിക്കലി ആണെങ്കിലും ഡിഫെൻസീവ്ലി ആണെങ്കിലും അറ്റാക്ക് മൈൻഡഡ് ആണെങ്കിലും രണ്ടുപേരും സന്ദീപിനേക്കാളും ഒരു പടി മുന്നിൽ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് കോച്ച് ഈ പ്ലെയറിനെ പ്രിഫർ ചെയ്യുന്നു കാറ്റിലേക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മളെ ഹെർട്ട് ചെയ്യാത്തടത്തോളം കാലം അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയേക്കാം. പക്ഷെ എന്നാണ് ഒരു മിസ്റ്റേക്ക് വരുന്നത്, അന്ന് വീണ്ടും ഈ ഒരു കാര്യം നമ്മൾ വീണ്ടും റീവിസിറ്റ് ചെയ്യേണ്ടി വരും. വീണ്ടും ഇതൊരു വലിയ പ്രശ്നമാവും. സന്ദീപ് എന്തിനു കളിച്ചു, അങ്ങനെ ഒരു സാധനം വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ നമ്മുടെ ബെസ്റ്റ് റൈറ്റ് ബാക്കുകൾ അവിടെ കളിക്കണം. ഐബാനോ അമയോ ഡിപ്പെൻഡിങ് ഓൺ ദ ഗെയിം നമ്മൾ 2 പേരിൽ നിന്ന് ചൂസ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. റേറ്റിംഗ് 5 ഔട്ട് ഓഫ് 10. ഹുവാൻ റോഡ്രിഗേസ് കളിയുടെ തുടക്കത്തിൽ തന്നെ സെറ്റ് പീസിൽ നിന്നൊരു ത്രെട്ട് ആയിരുന്നു. ആ ഒരു ഗോൾ കയറിയിരുന്നെങ്കിൽ അവിടെ ലൂണയ്ക്ക് ഒരു അസിസ്റ്റും കിട്ടിയേനെ. ഹുവാന്റെ നല്ലൊരു ഹെഡർ ആയിരുന്നു, പക്ഷെ ക്രോസ് ബാറിൽ ഇടിച്ചു പോയി. എന്തായാലും ആ ഒരു സെറ്റ് പീസിൽ ഇപ്പൊ നമുക്ക് എയിം ചെയ്യാൻ എന്തെങ്കിലും ഒരു പ്രസൻസ് അവിടെ ഉണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ കഴിഞ്ഞ കളിയിൽ ചെയ്ത കാര്യങ്ങളൊക്കെ വീണ്ടും ചെയ്തു. ബോൾ ബാക്കിൽ നിന്ന് പ്ലേ ഔട്ട് ചെയ്യാൻ ശ്രമിച്ചു, അതെല്ലാം ഓക്കെ. എവിടെയെങ്കിലും ഇപ്പൊ നോറ സേവ് ചെയ്ത ആ ഒരു ഇൻസ്റ്റൻസ് ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി സസെപ്റ്റബിൾ ആവുന്നുണ്ട് ബാക്കിൽ. ഈ കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഹുവാൻ എന്ന ആ ഒരു ഡിഫൻഡറിന്റെ ഡിഫെൻസീവ് കേപ്പബിലിറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടില്ല ആരും.
അതുകൊണ്ട് തന്നെ ആ ടെസ്റ്റ് വരാൻ പോകുന്നത് മുംബൈ സിറ്റിക്കെതിരെയാണ്. നമുക്കറിയാം പെരേര ഡിയാസ് ഒക്കെ ഉണ്ട്. ആ ഒരു പ്രസ്സിങ്ങും ആ ഒരു പ്രഷറും ഒക്കെ ഹുവാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു കാണാൻ ഞാൻ വല്ലാണ്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കളിയുടെ ഒടുവിൽ ഞാൻ പറഞ്ഞിരുന്നു ആ അസിസ്റ്റ് മാറ്റുകയാണെങ്കിൽ ഹുവാൻ ഒരു ആവറേജ് പെർഫോമൻസ് ആണ് നൽകിയതെന്ന്. അതിന് കാരണം ഇത് തന്നെയാണ്. വലിയ ടെസ്റ്റുകളൊന്നും വന്നിട്ടില്ല. മുംബൈ സിറ്റി ആയിട്ടുള്ള ആ കളി കഴിയാതെ ഈ ഒരു സൈനിങ് നമ്മുടെ ഡിഫൻസിനെ മാറ്റിമറിക്കുന്ന ഒന്നാണെന്ന് പറയാൻ കഴിയുകയില്ല. ആ ഒരു മത്സരത്തിൽ ഹുവാൻ ഒരു മികച്ച പെർഫോമൻസ് നൽകുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവാൻ പോകുന്ന ആൾക്കാരിൽ ഒരാൾ ഞാൻ തന്നെ ആയിരിക്കും. ഞാൻ തന്നെ കൈപൊക്കി പറയും ഗ്രേറ്റ് സൈനിങ് എന്ന്. പക്ഷെ അതിന് മുമ്പായിട്ട് ഓവറായിട്ട് ഹൈപ്പ് ചെയ്യുന്നില്ല. ഈ മാച്ചിലെ ഹുവാന്റെ റേറ്റിംഗ് 7/10. നമ്മുടെ അടുത്ത സെന്റർ ബാക്ക് ബികാഷ് ശരിക്കും ഹുവാന്റെ കൂടെ കളിക്കാനായിട്ട് നല്ലോണം കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നി. വെറും 2 മത്സരങ്ങളായാലും അവർ തമ്മിൽ ഒരു കണക്ഷൻ പതുക്കെ എസ്റ്റാബ്ലിഷ് ആയിട്ട് വരുന്നുണ്ട്. ഹുവാൻ ആക്ച്വലി ഒരു ഫ്രണ്ട് ഫുട്ടിൽ കളിക്കാൻ താല്പര്യമുള്ള ഡിഫൻഡറാണ്. ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ബോളായിട്ട് ഡ്രിബിൾ ഔട്ട് ചെയ്ത് വരിക, അല്ലെങ്കിൽ ഫോർവേഡ് പാസുകൾ കളിക്കുക, കൂടുതലൊന്ന് അറ്റാക്ക് ചെയ്യുക, ഫ്രണ്ട് ഫുട്ടിൽ ടാക്കിൾ ചെയ്യുക, കമ്മിറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ ആണ് ഹുവാൻ ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെ ഹുവാൻ കളിക്കുമ്പോൾ ബാക്കിൽ ഓപ്പൺ അപ്പ് ആവുന്ന ആ ഒരു സ്പേസ്, അത് ആ ഒരു സ്പേസ് ബികാഷ് നല്ലോണം കവർ ചെയ്യുന്നുണ്ട്. എപ്പോഴും ഹുവാൻ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുമ്പോൾ ബാക്ക് ലൈനിലെ ആ ഒരു എന്തെങ്കിലും കാരണവശാൽ ബോൾ തിരിച്ച് പിന്നിലേക്ക് വരുമെന്നുള്ള ഒരു ചാൻസ് ഉടലെടുക്കുകയാണെങ്കിൽ അവിടെ ബികാഷ് അപ്പം തന്നെ എത്താറുണ്ട്, നല്ലോണം കവർ കൊടുക്കുന്നുണ്ട്, ഹുവാനിന് ബോൾ മുന്നോട്ട് കളിക്കാനായിട്ട് ആ ഒരു കോൺഫിഡൻസ് ഒരുപക്ഷെ ബികാഷ് ആ സെന്റർ ബാക്ക് പെയറിംഗിൽ കൊടുക്കുന്നുണ്ട്. അതൊരു വലിയ പോസിറ്റീവ് തന്നെയാണ്. സെക്കൻഡ് ഹാഫിൽ ഐ തിങ്ക് ഒരു 10-15 മിനിറ്റ് സ്പെല്ലിൽ ചെറിയ പ്രശ്നങ്ങൾ ബികാഷിൽ ഉണ്ടായിരുന്നു. ചെറിയൊരു അവയർനെസിന്റെ ഇഷ്യൂ ഒക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ എന്നിരുന്നാലും അത് മാത്രമായിട്ട് ഞാനെടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നില്ല. ഓവറോൾ ആസ് എ സെന്റർ ബാക്ക് പെയറിംഗ് ഈ 2 മത്സരത്തിലും വളരെ ഡീസന്റ് ആയിട്ട് തന്നെ അവർ കളിച്ചിട്ടുണ്ട്. പക്ഷെ വീണ്ടും ഞാൻ ആ പോയിന്റ് എടുത്ത് പറയാണ്, അടുത്ത മാച്ചാണ് റിയൽ ചാലഞ്ച്. അതിൽ ഇവർ നല്ലോണം ടെസ്റ്റഡ് ആവും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് അതിനുശേഷം ഈ ഒരു സെന്റർ ബാക്ക് പെയറിങ്ങിനെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. എന്തായാലും ഈ മാച്ചിൽ ബികാഷിന്റെ റേറ്റിംഗും ഹുവാനെ പോലെ 7/10 ആണ്. അടുത്തത് സഹീഫ് ലെഫ്റ്റ് ബാക്കിൽ. എന്റെ അഭിപ്രായത്തിൽ ആക്ച്വലി ഇന്നത്തെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഡിഫൻഡർ സഹീഫ് ആയിരുന്നു. യൂഷ്വലി സഹീഫിൽ ബോൾ കിട്ടിക്കഴിഞ്ഞ ഒരു ധൃതി നമുക്ക് കാണാം, ഒരു വെപ്രാളം കാണാം, ബോൾ എന്ത് ചെയ്യണമെന്നുള്ള ആ ഒരു ഇൻഡിസൈസീവ്നെസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ 2 കളികളായിട്ട് ഒരു കമ്പോഷർ വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കുറച്ചൊന്ന് ആള് കാം ഡൗൺ ആയിട്ട് എന്താണ് ബോൾ കിട്ടിയാൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ബോഡി പൊസിഷൻ ചെയ്യേണ്ടത്, പാസുകൾ കളിക്കുമ്പോഴും ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് കളിക്കുന്നതെന്നാണ് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. ആ ഒരു അഗ്രസീവ് നേച്ചറോ ആ ഒരു റാഷ് നേച്ചറോ അതൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആളിലൊരു കമ്പോഷർ വന്നിട്ടുണ്ട്, ഒരു മെച്യൂരിറ്റി വന്ന പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നുന്നുണ്ട്. ഓബിയസ്ലി ഒരു ചാൻസ് ഉണ്ടായിരുന്നു സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി ഒരു കൗണ്ടർ അറ്റാക്കിൽ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ലിറ്ററലി അവിടെ ഒരു ഗോള് നമ്മൾ കൺസീഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ സഹീഫ് കറക്റ്റ് ആയിട്ട് അവിടെ ട്രാക്ക് ബാക്ക് ചെയ്ത് കറക്റ്റ് അവിടെ ആ ഒരു ഇന്റർസെപ്ഷൻ നടത്തി. ബിഗ് ക്രെഡിറ്റ് ടു ഹിം. എന്തായാലും മെച്യൂരിറ്റി വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് റേറ്റിംഗ് നമ്മുടെ ഡിഫൻഡർമാരിൽ ഏറ്റവും ഹയസ്റ്റ് ആണ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, 7/5/10. ദൂഷാൻ ലഗത്തോർ ലൈനപ്പിലേക്ക് വന്നു. തീർച്ചയായിട്ടും ഒരു ഡിഫറൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പ്രീവ്യൂ വീഡിയോയിൽ പറഞ്ഞിരുന്നു ലഗത്തോറിന്റെ ആ ഒരു പ്രസൻസ് ഈ ഒരു മാച്ചിൽ വളരെ ക്രൂഷ്യൽ ആയിരിക്കുമെന്ന്. ആൻഡ് ഒരുപാട് ഗ്രൗണ്ട് ആക്ച്വലി ലഗത്തോർ കവർ ചെയ്തു. ആൻഡ് ഞാൻ ഒട്ടും ഈ മത്സരത്തിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കാര്യം ലഗത്തോർ ചെയ്തു. ഒപ്പോണൻസിനെ ആക്ച്വലി നല്ലോണം പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. നോവ ആ ഒരു അടിച്ച് മോളിൽ കൂടെ കളഞ്ഞൊരു ഫ്രീ കിക്ക് ഇല്ലേ, ലൂണ പെട്ടെന്ന് ക്വിക്കായിട്ട് എടുത്തിട്ട് നോവ ലെഫ്റ്റിന് അടിച്ച് പറത്തി വിട്ട സാധനം, അതിന് മുന്നോടിയായിട്ട് ആൽബാൻ ആക്ച്വലി ലഗത്തോർ അവരുടെ ഫൈനൽ തേർഡിൽ പ്രസ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ആ ഒരു പ്രസ്സിൽ നിന്നാണ് അവിടെ നമ്മളൊരു ഫൗള് ജയിച്ചിട്ട് ആ ഒരു സെറ്റ് പീസ് സിറ്റുവേഷൻ വരുന്നത്. സെറ്റ് പീസ് എവിടേക്കോ പോയി, ലീവ് ഇറ്റ്. പക്ഷേ ലഗത്തോർ ആ ഒരു ഇന്റന്റ് കാണിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും ഇതൊരു ഭയങ്കര ക്വാളിറ്റി ഓപ്പോസിഷൻ ഒന്നും അല്ല സ്പോർട്ടിംഗ് ഡൽഹി എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവരൊരു വർക്ക് ഇൻ പ്രോഗ്രസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു മികച്ച മിഡ്ഫീൽഡിനെതിരെ ലഗത്തോറിന് ഈ ഒരു ലെവൽ പുറത്തെടുക്കാനാവുമോ എന്ന് ഇനിയും നമ്മൾ കണ്ടറിയണം. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു പെർഫോമൻസ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മോർ ദാൻ ഹാപ്പി. റേറ്റിംഗ് 7/10. ഏഡ്രിയൻ ലൂണ വീണ്ടും ഒരു ഡീപ്പർ റോളിലാണ് കളിച്ചത് മിഡ്ഫീൽഡ് 2ന്റെ ഭാഗമായിട്ട്. ഫസ്റ്റ് ഹാഫിലൊക്കെ ബോൾ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡിഫൻസീവ് തേർഡിലോട്ട് ഒരുപാട് ഇറങ്ങി വന്നൊക്കെയാണ് ബോൾ കളക്ട് ചെയ്തത്. അത് ചിലർക്ക് മനസ്സിലാവും, ചിലർ മനസ്സിലാക്കില്ല. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ. ഇങ്ങനെ ഒരു ഹീറ്റ് മാപ്പ് ഒക്കെ ഒരുപക്ഷെ സൂപ്പർ കപ്പിന്റെ ഹീറ്റ് മാപ്പ് ഒന്നും ആരും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ഹീറ്റ് മാപ്പ് ഉണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ലൂണ ഏതൊക്കെ പൊസിഷനിലാണ് കളിക്കുന്നത്, എത്രത്തോളം ഡീപ്പായിട്ടാണ് കളിക്കുന്നത്, എവിടെയൊക്കെ വന്നാണ് ബോൾ കളക്ട് ചെയ്യുന്നത്. ആ ഒരു റഫ് ഐഡിയ നമുക്ക് കിട്ടിയേനെ. പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്തായാലും സെർച്ച് ചെയ്ത് നോക്കാം എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. ഉണ്ടെങ്കിൽ ഞാൻ ഇടാം, ഇല്ലെങ്കിൽ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. അത് ശരിക്കും ഹീറ്റ് മാപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ കളി ശരിക്കും ലൂണയുടെ പൊസിഷനിങ്ങും കാര്യങ്ങളും ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാവുന്ന കാര്യമുള്ളൂ ഇതൊക്കെ. ആൻഡ് ലൂണ അവരുടെ ഫൈനൽ തേർഡിലേക്ക് പുഷ് ചെയ്ത് ഒരു ചെറിയ പോക്കറ്റ് ഓഫ് സ്പേസ് ഒക്യുപ്പൈ ചെയ്ത ആ സമയത്ത് ആ ഒരു ക്വാളിറ്റി നമ്മൾ വീണ്ടും കണ്ടു. ആ ഒരു പാസിന്റെ വെയിറ്റ് ആയിക്കോട്ടെ, അതിന്റെ ഡെലിവറി ആയിക്കോട്ടെ,
എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. കോറുവിന്റെ ഫിനിഷിൽ നിന്നും ഞാൻ ഒരു ക്രെഡിറ്റും എടുത്ത് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ മികച്ചൊരു വേൾഡ് ക്ലാസ് ഫിനിഷാണത്. പക്ഷെ എന്നിരുന്നാലും ആ ബോൾ ലൂണ കളിച്ചത് അതൊരു വലിയ സിഗ്നലാണ്. കാരണം ഇങ്ങനത്തെ പൊസിഷനുകളിൽ ലൂണയ്ക്ക് സ്പേസ് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പാസുകളും അസിസ്റ്റുകളും നൽകാം. ഒരു ഒപ്പോസിഷൻ ഡിഫൻസിനെ അൺലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള പാസുകൾ ലൂണയ്ക്ക് നൽകാനുള്ള എബിലിറ്റി, ആ ഒരു എബിലിറ്റി ഇപ്പോഴും ഉണ്ടെന്നുള്ള ഒരു സിഗ്നൽ തന്നെയാണ് അത്. അല്ലാണ്ട് എനിക്ക് അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കാമെന്നും എനിക്ക് അറിയില്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 55 മിനിറ്റ് മാത്രമേ ലൂണ ഈ മാച്ചിൽ കളിച്ചിട്ടുള്ളൂ. ലൂണയുടെ മിനിറ്റ്സ് മാനേജ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിലവിലുണ്ട്. 33 വയസ്സായി. ഒരു വലിയ ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ സീസൺ വന്നത്. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. മേ ബി ഒരു പീക്ക് ഫിസിക്കൽ കണ്ടീഷൻ, ലൂണയുടെ ആ ഒരു പീക്കിലുള്ള ഫിസിക്കൽ കണ്ടീഷനിലല്ല ലൂണ കളിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും പുള്ളി ഇങ്ങനത്തെ മൊമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ എഴുതിത്തള്ളേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതെന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് അഗ്രി ചെയ്യാം, ഡിസഗ്രി ചെയ്യാം, വാട്ട് എവർ ഇറ്റ് മേ ബി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എടുത്തു പറഞ്ഞ പോലെ തന്നെ പെർഫോമൻസ് മോശമായി കഴിഞ്ഞാൽ ബെഞ്ചിലിരിക്കേണ്ട ഒരു അവസ്ഥ വരും. അത് ഏത് പ്ലെയർ ആണെങ്കിലും അതെ. പക്ഷേ ഈ റോള് കളിക്കാൻ നിലവിലുള്ള ഓപ്ഷൻസിൽ ഏറ്റവും ബെസ്റ്റ് ലൂണയാണെന്ന് ലൂണ തെളിയിക്കുന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ റീസൺ ടു ലീവ് ഹിം ഔട്ട്. റേറ്റിംഗ് 8 out of 10. നോവ സദോവി പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനായിട്ടില്ല. കഴിഞ്ഞ കളിയിൽ ബെഞ്ചിൽ നിന്ന് വന്നപ്പോൾ കാണിച്ച ഒരു പ്ലെയർ തന്റെ ഓഫ് സീസൺ കഴിഞ്ഞിട്ട് പീക്ക് കണ്ടീഷനിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള എല്ലാ സിഗ്നലും ഈ മത്സരത്തിലും കാണിച്ചിട്ടുണ്ട്. ചില ടച്ചുകൾ ഹെവി ആയിരുന്നു, ചില പാസുകൾ ഓവർ ഹിറ്റ് ചെയ്തു. തീർച്ചയായിട്ടും ആ ഒരു പ്രോപ്പർ കണ്ടീഷനിലേക്ക് നോവ വന്നിട്ടില്ല. മേ ബി ഹി വിൽ ഗെറ്റ് ബെറ്റർ. ആക്ച്വലി ഇത് ഞാൻ കഴിഞ്ഞ കളിയിൽ നോട്ടീസ് ചെയ്താണ്. പക്ഷെ ബെഞ്ചിൽ നിന്ന് വന്നൊരു പെർഫോമൻസ് ആയതുകൊണ്ട് മാത്രം അവിടെ ആ ഒരു പോയിന്റിന് പ്രയോറിറ്റി കൊടുക്കേണ്ടെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടിരുന്നു. അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് ഞാൻ പ്രീ മാച്ച് വീഡിയോയിൽ പറഞ്ഞത് ടിയാഗോ എങ്കിലും ആ സൈഡ് കളിക്കണമെന്ന്. അപ്പോഴും ഒരു ഫോറിൻ പ്ലെയർ വിങ്ങിൽ കളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും നോവയുടെ പേര് എടുത്ത് പറഞ്ഞില്ല, ടിയാഗോയുടെ പേരാണ് എടുത്ത് പറഞ്ഞത്. കാരണം എനിക്കറിയാം നോവ ഇപ്പോഴും ആ ഒരു പീക്ക് കണ്ടീഷനിലോട്ട് എത്തിയിട്ടില്ല. അത് ഈ മത്സരത്തിൽ നമ്മൾ കണ്ടു. റേറ്റിംഗ് 5 out of 10. നിഹാല് പ്ലേഡ് റിയലി വെൽ. നല്ലോണം പ്രസ് ചെയ്തു. കോച്ചിന്റെ ഗെയിം പ്ലാനും ടാക്ടിക്സും ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്തു. അതിലൊന്നും ഒരു കംപ്ലൈന്റ് ഇല്ല. ഒരേ ഒരു കാര്യം ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഫൈനൽ തേർഡിലെ ഡിസിഷൻ മേക്കിംഗ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഒരു മൊമെന്റിൽ നിഹാൽ നല്ലോണം പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്ത് ഫൈനൽ തേർഡിലോട്ട് ഒരു റണ്ണ് മേക്ക് ചെയ്തു. അവിടെ ഒരു ഷോട്ടിന്, അവിടെ ഒരു പാസിന് ഓപ്ഷൻ ഉണ്ടായിട്ടും പുള്ളി ഒരു ഷോട്ട് അറ്റംപ്റ്റ് ചെയ്തു. മേ ബി അതൊരു കോൺഫിഡൻസ് തിങ് ആയിരിക്കാം. കാരണം നിഹാലിന് ആക്ച്വലി ഈ ഒരു ക്ലബ്ബിൽ തനിക്കൊരു സെറ്റ് ആവണം, അല്ലെങ്കിൽ ഇവിടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് പ്ലെയർ ആവണമെന്ന് ഡീപ്പായിട്ടൊരു ആഗ്രഹമുള്ള ഒരു പ്ലെയർ ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്രയും വർക്കും നിഹാൽ ഓഫ് സീസണിൽ ആക്ച്വലി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലാണെങ്കിലും ഇപ്പൊ ഓഫ് സീസണിലാണെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് വർക്ക് നിഹാൽ ചെയ്തിട്ടുണ്ട്. അവിടെ കുറച്ച് റാഷണൽ ആയിട്ട് ചിന്തിച്ച് നല്ല പൊസിഷനിലുള്ള ഒരു ടീംമേറ്റിലേക്ക് ഒരു പാസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ ചൂസ് ചെയ്യണം. പക്ഷെ ആ ഒരു കാരണം കൊണ്ട് മാത്രം നിഹാലിന്റെ ഈ ഒരു പെർഫോമൻസിനെ ഞാൻ തള്ളി പറയുന്നൊന്നുമില്ല. കാരണം ഈ ഒരു മാച്ചിൽ നമ്മുടെ ആ ഒരു 3 man ആ ഒരു ഫ്രണ്ട് 3 ഉണ്ടല്ലോ, ഫ്രണ്ട് 3 എന്ന് ടെക്നിക്കലി പറയാൻ പറ്റില്ല. കോറ് കുറച്ച് വൈഡും നിഹാൽ ഒബിയേറ്റയുടെ അവിടെ നിന്ന് കോൾഡോയിന്റെ അവിടെ നിന്ന് ഡ്രോപ്പ് ഓഫ് ഒക്കെ ചെയ്ത് ഒരു 4-4-2 പോലെയാണ് കളിച്ചത്. അപ്പൊ എന്തായാലും ആ 3 പ്ലെയേഴ്സ് പ്രസ് ചെയ്തത്, ആ ഒരു അപ്രോച്ച് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തു. അതിൽ നിന്നാണ് 2 ഗോളുകൾ ഉണ്ടായത്. ആ ഒരു എഫേർട്ട് ഞാൻ കണ്ടില്ലെന്ന് അടിക്കുന്നില്ല. ഈ 3 പ്ലെയേഴ്സിന്റെ ആ ഒരു എനർജിയും എഫേർട്ടും ഒക്കെ ഈ ഒരു മാച്ചിൽ നമുക്കൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയായിരുന്നു. നിഹാലിന്റെ റേറ്റിംഗ് 7 out of 10. കോറു സിംഗ് ഇൻക്രെഡിബിൾ പെർഫോമൻസ്. ആ ഒരു ഫിനിഷിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഫുട്ബോൾ പിച്ചിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഒരു ബോൾ വരുമ്പോൾ ആ ഒരു ഫിനിഷ് പുൾ ഓഫ് ചെയ്യണമെങ്കിൽ എന്ത് ബാലൻസ് വേണം, എന്ത് കമ്പോഷർ വേണം, എന്ത് ഫ്രെയിം ഓഫ് മൈൻഡ് വേണമെന്ന്. അത് 3ഉം കറക്റ്റ് ആയിട്ട് ഈ പയ്യൻ ഉപയോഗിച്ചു. ലൂണയുടെ ആ മികച്ച പാസിന് ഒരുപടി മേലെ നിൽക്കുന്ന ഫിനിഷ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റിയലി ഗുഡ്. ആൻഡ് ഓവറോൾ പെർഫോമൻസ് നോക്കിയാലും പ്രസ്സിംഗ് ആയാലും ട്രാക്ക് ബാക്കിംഗ് ആയാലും ഒരു മടിയും കാണിച്ചില്ല. തീർച്ചയായിട്ടും തൻ്റെ ഡിഫെൻസീവ് ഡ്യൂട്ടി വളരെ നല്ലോണം ചെയ്തു. ഒപ്പോണൻസിനെ പ്രഷറിലാക്കി. പിന്നെ ചിലരൊക്കെ പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, വർക്ക് റേറ്റ് എന്ന് പറഞ്ഞ സാധനം ഇറ്റ് ഡസ് നോട്ട് മാറ്റർ എന്നൊക്കെ. പക്ഷെ നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രാക്ക് ബാക്ക് ചെയ്യുന്ന ഒരു വിങ്ങറിനെയോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പ്രസ് ചെയ്യുന്ന ഒരു പ്ലെയറിനെയോ ഓഫ് ദ ബോൾ പ്രസ് ചെയ്യുന്ന, ഇറ്റ്സ് ഓൾസോ പാർട്ട് ഓഫ് വർക്ക് റേറ്റ്. ആ ഒരു ഡിഫറൻസ് ഈ മാച്ചിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും എത്രത്തോളം ഒരു പ്ലെയറിന്റെ വർക്ക് റേറ്റ് ഒരു ടീമിന്റെ പെർഫോമൻസിനെ അപ്ലിഫ്റ്റ് ചെയ്യുമെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഇന്ന് കോറും നിഹാലും ഒക്കെ ഓഫ് ദ ബോൾ ചെയ്ത പരിപാടി നിങ്ങളൊന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവാവുന്നതേ ഉള്ളൂ. റേറ്റിംഗ് ഫോർ കോറു 9 out of 10. ഗ്രേറ്റ് പെർഫോമൻസ്. കോൾഡോ ഒബിയേറ്റ സത്യം പറയാലോ 10 out of 10 കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതൊക്കെ നമ്മളൊരു ഹാട്രിക്കിന് വേണ്ടി മാത്രം റിസർവ് ചെയ്യുന്ന വളരെ അപൂർവമായിട്ടുള്ള ഒരു റേറ്റിംഗ് ആണ്. ഇനി ആരെങ്കിലും 10 out of 10 കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലും എനിക്കൊരു എതിരഭിപ്രായമില്ല.
കാരണം ഹി വാസ് ദാറ്റ് ഗുഡ്. നമ്മൾ അടിച്ച 2 ഗോളുകൾ കംപ്ലീറ്റ്ലി കോൾഡോയുടെ ഒരു ബ്രില്യൻസിൽ നിന്ന് വന്നത് തന്നെയാണ്. ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞ കളിയിലെ പോലെ തന്നെ നല്ലോണം പണിയെടുത്തിട്ടുണ്ട്. പിന്നെ ആയുഷിന്റെ ആ ഒരു പാസ് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കാണിച്ച അവയർനെസ്, ആ ഒരു ഇന്റർസെപ്ഷൻ മാത്രമല്ല, അവിടെ കാര്യങ്ങൾ തീരുന്നില്ലല്ലോ. ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് ആ ഒരു ബോളുമായിട്ട് മുന്നേറി നല്ലൊരു നീറ്റ് ഫിനിഷ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ കോൾഡോന്റെ സെക്കൻഡ് ഗോളാണ് എൻ്റെ അഭിപ്രായത്തിൽ ഹൈലൈറ്റ്. നിഹാൽ അവിടെ ആ ബോൾ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിലും കോൾഡോ ആ സ്പോട്ടിൽ വന്ന് ഒരു സ്പേസിലേക്ക് ടച്ച് എടുത്ത് അപ്പം തന്നെ അവിടെ ഒരു ഫിനിഷ്, ഒരു മിന്നായം പോലെ ഒരു ഫിനിഷ്. ആ ഫിനിഷാണ് ഒരു ടോപ്പ് ക്വാളിറ്റി സെന്റർ ഫോർവേഡിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് തീർച്ചയായിട്ടും ആ ഒരു ഫിനിഷിലൂടെ കോൾഡോ ഈ ലീഗിൽ നമുക്ക് കളിക്കാൻ എന്തുകൊണ്ടും അർഹനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ജസ്റ്റ് സൂപ്പർബ്. നിങ്ങൾ പ്രീവ്യൂ വീഡിയോ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു കോൾഡോ ഈ ഒരു മാച്ചിൽ നല്ലോണം സെന്റർ ബാക്കുകളെ എൻഗേജ് ചെയ്ത് അവരെ പ്രസ് ചെയ്യാൻ ശ്രമിക്കണമെന്ന്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അതിൽ നിന്ന് തന്നെയാണ് ആ 2 ഗോളുകൾ ഉടലെടുത്തതും. ഇവൻച്വലി കളി ഡെവലപ്പ് ആയപ്പോഴത്തേക്കും കോൾഡോ കുറച്ചുകൂടി ഡീപ്പായിട്ട് വന്നു. പക്ഷേ എന്നിരുന്നാലും ആസ് എ ഹോൾ ഈ 2 കളിയിലെ കോൾഡോയുടെ പെർഫോമൻസ് നമ്മൾ കമ്പൈൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് പെർഫോമൻസ് തന്നെയാണ്. തീർച്ചയായിട്ടും പല പല എലമെന്റ്സ്, പല പല ഷെയ്ഡ്സ് പുള്ളി കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഹി ക്യാൻ ബി എ ഗുഡ് സെന്റർ ഫോർവേഡ്. ഓവർ ഹൈപ്പ് ചെയ്യുന്നില്ല. ഈ ഒരു പെർഫോമൻസിന് കൊടുക്കുന്ന റേറ്റിംഗ് 9 out of 10. റിയലി ഗുഡ് പ്ലെയർ. ഈ മാച്ചിൽ സബായിട്ട് ഇറങ്ങിയവരെ ഈ റേറ്റിംഗ്സിന്റെ കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ടിയാഗോ നമുക്കറിയാം ബെഞ്ചിൽ നിന്ന് ഇറങ്ങി ക്രോസ് ബാറിലൊക്കെ അടിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക. ഈ ഒരു 11 നിങ്ങൾ എന്ത് റേറ്റിംഗ് കൊടുക്കും? അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ടുകൾക്ക് നിങ്ങൾ എന്ത് റേറ്റിംഗ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു? അതെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും പറയുക. ഈ ഒരു മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ 5 കാര്യങ്ങളുടെ വീഡിയോ മിക്കവാറും ബുധനാഴ്ചയായിരിക്കും വരുന്നത്. കാരണം ഇന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇന്ന് ഈ വീഡിയോ വരും. നാളെ ആക്ച്വലി സൂപ്പർ ലീഗ് കേരള മാച്ച് ഉണ്ട് എറണാകുളത്ത്. മലപ്പുറം ഫോർസ കൊച്ചിയാണ്. ആ മാച്ചിന് എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും നാളെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ എഡിറ്റിങ്ങും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും മിക്കവാറും ബുധനാഴ്ചയാവും വീഡിയോ വരുമ്പോൾ. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഒരു ദിവസം കൂടെ എക്സ്ട്രാ വെയിറ്റ് ചെയ്യുക. ബുധനാഴ്ച ആ വീഡിയോ വരുന്നത് കൊണ്ട് തന്നെ വ്യാഴാഴ്ചത്തെ മുംബൈ സിറ്റിയുടെ മത്സരത്തിന് മുമ്പുള്ള പ്രീവ്യൂ വീഡിയോ നമുക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. ബുധനാഴ്ച വൈകുന്നേരം എനിക്ക് വേറെ കുറച്ച് പരിപാടികളും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വ്യാഴാഴ്ച ഇതുപോലെ പ്ലെയർ റേറ്റിംഗ്സ് ആയിട്ട് ആദ്യം കാണാം. മേ ബി ആ വീഡിയോയും കുറച്ചൊന്ന് ലേറ്റ് ആവും. അന്ന് രാത്രി തന്നെ ഞാൻ ഇടാൻ ശ്രമിക്കാം. പക്ഷെ എത്രത്തോളം നേരത്തെ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം വ്യാഴാഴ്ച ആക്ച്വലി ജോലി സംബന്ധമായിട്ട് എനിക്ക് ഏറ്റവും തിരക്കുള്ള ഒരു ദിവസമാണ് വ്യാഴാഴ്ചയും ശനിയാഴ്ചയും. അപ്പോൾ ആ 2 ദിവസങ്ങളിൽ നല്ല പണിയാണ്. കുറച്ച് അധികം മീറ്റിങ്ങുകളും കോളുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു ഡിലേ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ തീർച്ചയായിട്ടും വീഡിയോ വരും, ഉറപ്പായിട്ടും വരും. പ്ലെയർ റേറ്റിംഗ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീണ്ടും പറയാൻ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. Until then, enjoy the win, chill അടിക്കുക, take care, bye for now.